എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ടും ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനുമാണ് കാണിക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗനാഷ് ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ഞാൻ ഈ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയതും ഡെക്കറേറ്റ് ചെയ്തതുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 500 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതുപോലെ ചിപ്സായിട്ട് കവറിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് ക്രീമാണ്. ക്രീം എന്ന് പറയുന്നത് ഞാനിവിടെ കുറഞ്ഞ ഫാറ്റുള്ള ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് ക്രീമാണ് വേണ്ടത്. അപ്പം 500 ഗ്രാം ചോക്ലേറ്റിന് 1 കപ്പ് ക്രീമാണ് വേണ്ടത്, അതായത് 250 മില്ലി. നമ്മൾ ഗനാഷ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഫാറ്റുള്ള ക്രീം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ക്രീം ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് മൈക്രോവേവിൽ വെച്ചിട്ട്. ചൂടാക്കിയ ക്രീമിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് മെൽറ്റ് ആകും. ഇനി അഥവാ ഇത് മെൽറ്റായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി. മൈക്രോവേവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കിത് ഉരുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് എല്ലാം മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു തിക്കായിട്ടുള്ള ഒരു സിറപ്പാണ്. അപ്പോൾ നമുക്ക് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിനി ഇത് ഫ്രിഡ്ജിലൊന്ന് കട്ട് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പം നമ്മൾ കട്ടകളൊന്നും തന്നെ ഇല്ലാതെ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക് റാപ്പ് ഈ ഗനാഷ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഈ ഗനാഷ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. പെട്ടെന്ന് സെറ്റാവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലോട്ടൊന്ന് വെച്ചാൽ മതി. 1-2 മണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമ്മളിത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റാകാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുള്ളതാണ്. ഫ്രഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് സ്റ്റേബിളായിട്ട് വിപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിപ്പ് ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. നമ്മളിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് 34% ഫാറ്റുള്ള ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ക്രീമിൽ മധുരം ഉണ്ടാവാറില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മധുരം ചേർക്കാറുണ്ട്. അപ്പോൾ 2 കപ്പിന് നമ്മളിപ്പോൾ ഒരു 100 മില്ലി പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് കൂടി ചേർക്കാം. പിന്നെ ഇത് നമുക്ക് ലോ ടു മീഡിയം സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ബീറ്റായി കിട്ടും. ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ പിന്നെ സ്പീഡ് കുറച്ചിട്ട് നോക്കി വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഈ ഫ്രഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിനുള്ളത്. അപ്പോൾ ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാത്രത്തിൻ്റെ താഴ്ഭാഗത്തൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ താഴെ ലിക്വിഡായിട്ട് കിടക്കും, മുകളിൽ മാത്രം ബീറ്റായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ സൈസിലാണ് കേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്പഞ്ച് കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ നല്ല മോയിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ, ഇതിന് മുകളിലായിട്ട് നമ്മൾ ഷുഗർ സിറപ്പാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗനാഷാണ്. ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് എനിക്ക് 2 കേക്കിന് ഉണ്ടാക്കാനായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പകുതിയാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിൽ കുറേശ്ശെയായിട്ട് ഗനാഷ് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര കളറും ഒക്കെ വരുന്ന രീതിയിൽ നമുക്ക് ആവശ്യാനുസരണം ചേർത്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെയർ ചെയ്യാനായിട്ട് ഇതെടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ കിട്ടുന്നതിൽ സ്റ്റെബിലൈസറും അതുപോലെ തന്നെ പ്രിസർവേറ്റീവും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ് അങ്ങനെയൊന്നുമില്ല, ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് സ്റ്റേബിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഗനാഷൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് കിട്ടും. മൂന്ന് ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേക്ക്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ പൈപ്പ് ചെയ്തിട്ട് നമ്മൾ ലെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഒരുപാട് ക്രീം വേസ്റ്റും ആവില്ല നമുക്ക്.
ഈസിയാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. മുകളിലും ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് കുറച്ച് നേരം വെക്കും. ഫ്രീസറിലാണ് പെട്ടെന്ന് വെക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിപ്പിംഗ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിൻ്റെ 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് നമ്മളൊന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറേശ്ശെയായിട്ട് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്ലേസി ആയിട്ടുള്ളൊരു ലിക്വിഡ് ഡ്രിപ്പ് ഗനാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം കേക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്തിരിക്കുന്ന റെസിപ്പി 1.5 കിലോയ്ക്ക് മുകളിൽ വരുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്ക് നമ്മൾ പാർട്ടിക്ക് പോയപ്പോൾ ഉണ്ടാക്കിയ കേക്കാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാത്തത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടുമായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് റെസിപ്പികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആകാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പികളുടെ ഫോട്ടോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരിക. ഏറ്റവും കൂടുതൽ റെസിപ്പികൾ അയച്ചു തരുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മാത്രം അയച്ചു തന്നാൽ മതി, മെയിലായിട്ട് വേണ്ട. ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരുന്ന ഏറ്റവും കൂടുതൽ റെസിപ്പികൾ ട്രൈ ചെയ്യുന്ന ആൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാകും. ഗിഫ്റ്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ചു തരിക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിന്നറിനെ കണ്ടെത്തി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്